അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങളെ നേരിടുന്ന ഇറാന് പൂർണ്ണ പിന്തുണയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നേരിട്ട് രംഗത്തിറങ്ങുകയാണ്. സമാധാന ചർച്ചകളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് പിന്മാറിയതിന് പിന്നാലെ പശ്ചിമേഷ്യയിലെ കളി നിയന്ത്രിക്കാൻ റഷ്യ എത്തുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി നിർണായക ചർച്ചകൾ നടത്തി. തങ്ങളുടെ പരമാധികാരത്തിനു വേണ്ടി പോരാടുന്ന ഇറാനിയൻ ജനതയുടെ ധീരതയെ പുടിൻ വാനോളം പുകഴ്ത്തി. റഷ്യ ഇറാന്റെ ഉറച്ച സഖ്യകക്ഷിയായി തുടരുമെന്നും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ റഷ്യ ഏതറ്റം വരെ പോകുമെന്നും പുടിൻ ഉറപ്പു നൽകി. വരാനിരിക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും നയതന്ത്ര നീക്കങ്ങളുമാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും വിലയിരുത്തപ്പെട്ടത്. US ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെയും ഒമാന്റെയും മധ്യസ്ഥതയിൽ ഏപ്രിൽ 8-ന് ഒരു താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ശനിയാഴ്ച ഇസ്ലാമാബാദിൽ നടക്കാനിരുന്ന ചർച്ചകളിലേക്ക് തന്റെ പ്രതിനിധികളായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫിനെയും ജാരഡ് കുഷ്ണറെയും അയക്കാൻ ട്രംപ് തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പിന്മാറി. ഇറാൻ നേതൃത്വത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ആശയക്കുഴപ്പങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ ഒരു പിന്മാറ്റമുണ്ടായത്. എന്നാൽ അമേരിക്കൻ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കാതെ ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്ന ഒരു കടുത്ത നിലപാടിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. നിലവിൽ ഇറാൻ തുറമുഖങ്ങളിലേക്കുള്ള അമേരിക്കൻ നാവിക ഉപരോധം കൂടുതൽ ശക്തമായി തുടരുകയാണ്. ഇതിനകം 38 കപ്പലുകൾ US സെൻട്രൽ കമാൻഡ് തടയുകയോ തിരികെ അയക്കുകയോ ചെയ്തിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തർക്കങ്ങളും സമാന്തരമായി നടക്കുന്ന ഇസ്രായേൽ ലബനൻ പോരാട്ടവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ്. പാകിസ്ഥാനിലെയും ഒമാനിലെയും തിരക്കിട്ട ചർച്ചകൾക്ക് ശേഷം അരഗാച്ചി റഷ്യയുടെ സഹായം തേടിയത് അമേരിക്കയ്ക്കുള്ള വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയാണ്. സമാധാനത്തിനായിട്ടുള്ള നയതന്ത്ര നീക്കങ്ങളായാലും ഇനി മറ്റൊരു വലിയ യുദ്ധം തന്നെ ആയാലും അതിൽ റഷ്യയുടെ പങ്ക് ഇനി നിർണായകമായിരിക്കും. വാഷിംഗ്ടൺ മാറി നിൽക്കുമ്പോൾ മോസ്കോ കൃത്യമായി ആ വിടവ് നികത്തുകയാണ്. ഗൾഫ് രാജ്യങ്ങളും ലോകവും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റഷ്യയുടെ ഈ ഒരു പുതിയ കരുനീക്കങ്ങളെ തന്നെയാണ്. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ നിൽക്കുന്ന ഇറാന് പുതിന്റെ ഈ ഒരു പിന്തുണ വലിയൊരു ഊർജ്ജമാകും. ന്യൂസ് ഡെസ്ക് മലയാളം.